ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? മറന്നു പോയിട്ടില്ലല്ലോ? ഒന്ന് ഓർത്തു നോക്കിക്കേ. 2 ടാക്സിക്കാർ അല്ലേ? ആരാ എഴുതിയത്? നിത്യചൈതന്യ യതി. അദ്ദേഹത്തിൻ്റെ മരണമെന്ന വാതിലിനപ്പുറം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള 2 ടാക്സിക്കാർ. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പാഠമാണ് അത്. ബോംബെയിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളെയാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. വാരണാസിയിൽ നിന്ന് 70 മൈൽ ടാക്സി ഓടിച്ച് എന്നെ കൊണ്ടുവന്ന ഡ്രൈവറെ എങ്ങനെ തൃപ്തനാക്കി അയക്കും? ഞാൻ വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞു, മഹാത്മജി, അങ്ങൊട്ടും വിഷമിക്കരുത്. ഞാൻ അങ്ങയുടെ സേവയ്ക്കായി വന്നവനാണ്. എന്നെ സ്വന്തം കുട്ടിയെന്ന് കരുതുക. മറ്റേ വണ്ടി വന്നിട്ട് സാധനങ്ങളെല്ലാം ഏറ്റുവാങ്ങി ഡൽഹിയിലേക്കുള്ള വണ്ടിയിൽ കയറ്റി അയച്ചിട്ടേ ഞാൻ പോകുകയുള്ളൂ. ജീവിതത്തിൽ ആപത്ത് ആർക്കും ഉണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിനെ വണ്ടിയിൽ കൊണ്ടുവന്ന ആ ടാക്സി ഓടിച്ചു കൊണ്ടുവന്ന ഡ്രൈവറെ എങ്ങനെ തൃപ്തനാക്കി അയക്കുമെന്ന് നമ്മുടെ നിത്യചൈതന്യയതി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഞാൻ വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് ഡ്രൈവർ അടുത്ത് വന്ന് പറഞ്ഞു, മഹാത്മജി, അല്ലയോ മഹാത്മാവേ, അങ്ങ് ഒട്ടും വിഷമിക്കരുത്. ഞാൻ അങ്ങയുടെ സേവയ്ക്കായിട്ട് വന്നവനാണ്. എന്നെ സ്വന്തമെന്ന് കരുതുക. മറ്റേ വണ്ടി വന്ന് സാധനങ്ങളെല്ലാം ഏറ്റുവാങ്ങി ഡൽഹിയിലേക്കുള്ള വണ്ടിയിൽ കയറ്റി അയച്ചിട്ടേ ഞാൻ പോകുകയുള്ളൂ. ജീവിതത്തിൽ എപ്പോഴും ആർക്കും ആപത്ത് ഉണ്ടാവും. ആപത്തിൽ അന്യോന്യം തുണയ്ക്കാനാണ് ദൈവം മനുഷ്യന് വിവേകം കൊടുത്തിരിക്കുന്നത്. എനിക്ക് ആ സമയത്ത് ഒരേ ഒരു ആശ്രയം ആ ഡ്രൈവർ മാത്രമായിരുന്നു. ഏതായാലും 2 മണിക്കൂർ കാത്തു നിന്നേ നിവൃത്തിയുള്ളൂ. ചായ കുടിച്ച് സ്വസ്ഥമായി ഇരിക്കാം എന്നു പറഞ്ഞ് ഡ്രൈവർ എന്നെ റെയിൽവേ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ജീവിതത്തിൽ ആർക്കും ആപത്തുണ്ടാവും. ആപത്തിൽ അന്യോന്യം തുണയ്ക്കാനാണ് ദൈവം മനുഷ്യന് വിവേകം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിത്യചൈതന്യയതിക്ക് ആ സമയത്ത് ആശ്രയം എന്ന് പറയുന്നത് ആ ഡ്രൈവറായിരുന്നു. ഏതായാലും 2 മണിക്കൂർ കാത്തു നിന്നേ നിവർത്തിയുള്ളൂ. ചായ കുടിച്ച് സ്വസ്ഥമായി ഇരിക്കാമെന്ന് പറഞ്ഞ് ഡ്രൈവർ അദ്ദേഹത്തെ റെയിൽവേ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. എൻ്റെ കൈവശമുള്ള പണം അപ്പോൾ കൊടുക്കാം. ബാക്കി ടാക്സിക്ക് ചെല്ലേണ്ടുന്നത് ഡൽഹിയിൽ നിന്ന് അയച്ചു കൊടുക്കാം എന്നൊക്കെ പറയാൻ ഞാൻ മനസ്സിൽ പല പ്രാവശ്യം വാചകത്തിന് രൂപം കൊടുത്തു. എന്നാൽ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു ജീവശവം പോലെ ഞാൻ റെസ്റ്റോറൻറ്റിലെ കസേരയിൽ ഇരുന്നു. അപ്പം എന്തായാലും 2 മണിക്കൂർ കാത്തു നിൽക്കണം. ചായ കുടിച്ച് സ്വസ്ഥമായിരിക്കാമെന്ന് പറഞ്ഞ ഡ്രൈവർ അദ്ദേഹത്തെ റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള പണം കൊടുക്കാം, ബാക്കി ടാക്സിക്ക് ചെല്ലുന്നത് ഡൽഹിയിൽ ചെന്നിട്ട് അയച്ചു കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു ജീവശവം പോലെ, ഒരു പ്രതിമ പോലെ അദ്ദേഹം ആ റെസ്റ്റോറൻറ്റിലെ കസേരയിൽ ഇരുന്നു. അവസാനം വണ്ടി വന്നു. ഒരാളെൻ്റെ സാധനങ്ങളെല്ലാം വണ്ടിയുടെ പുറത്തേക്ക് ഭദ്രമായി എടുത്തു വയ്ക്കുന്നു. അവസാനം വണ്ടി വന്ന് നിന്നു. അതിൽ നിന്ന് ഒരാൾ സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തു വെച്ചു. എന്തൊരത്ഭുതം! എനിക്ക് ഊണ് തന്ന വെയിറ്ററാണ്. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ എനിക്ക് തീവണ്ടിയിൽ നഷ്ടപ്പെട്ടത് മനസ്സിലാക്കി അയാൾ എൻ്റെ കിടക്കയും സാധനങ്ങളും സൂക്ഷിച്ച് ആ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോഴാണ് ഗാർഡ് ആ കമ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ച് എൻ്റെ സാധനം അടുത്ത വണ്ടിയിൽ തിരിച്ചയക്കണമെന്ന നിർദ്ദേശവുമായി ചെല്ലുന്നത്. ഇപ്പോൾ നമ്മുടെ നിത്യചൈതന്യയതിയുടെ സാധനങ്ങളെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ വെയിറ്റർ ആ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇരുന്നപ്പോൾ ഗാർഡ് അവിടേക്ക് ചെന്ന് ആ സാധനങ്ങൾ അടുത്ത വണ്ടിയിൽ തിരിച്ചയക്കണമെന്ന് നിർദ്ദേശം കൊടുത്തു. അപ്പോൾ എനിക്ക് ഊണ് തന്ന വെയിറ്റർ ഞാൻ അടുത്ത സ്റ്റേഷനിൽ കാത്തിരിക്കുന്ന വിവരമറിഞ്ഞ് സന്തുഷ്ടനായി. അപ്പോൾ കുറേ കഴിഞ്ഞ് വെയിറ്ററിന് മനസ്സിലായി അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നിത്യചൈതന്യയതി കാത്തിരിപ്പുണ്ടെന്ന്. അതറിഞ്ഞ് വെയിറ്റർക്ക് സന്തോഷമായി.
എൻ്റെ സാധനങ്ങളോടൊപ്പം കൽക്കട്ടയിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറി വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിത്യചൈതന്യയുടെ സാധനങ്ങളോടൊപ്പം കൽക്കട്ടയിലേക്ക് പോകുന്ന ആ വണ്ടിയിൽ കയറി വന്നു. എല്ലാ സാധനങ്ങളും തിരിച്ചു കിട്ടി. അങ്ങനെ നമ്മുടെ നിത്യചൈതന്യയുടെ എല്ലാ സാധനങ്ങളും തിരിച്ച് കിട്ടി. നമുക്കിന്ന് ഇത്രയും ഭാഗം കൊണ്ട് നിർത്താം. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.